رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 4 ഖുതുബകളിൽ നാം സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത്. സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം ഏറെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആവശ്യത്തിനും അത്യാവശ്യത്തിനും ചിലപ്പോൾ അനാവശ്യത്തിനും വരെ പണം കടം വാങ്ങുന്നവരാണ് സമൂഹത്തിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും. ഇത്തരം കടമിടപാടുകളെ ഒരിക്കലും ഇസ്ലാം ഒരു നിഷിദ്ധമായിട്ടോ തെറ്റായിട്ടോ തിന്മയായിട്ടോ എണ്ണിയിട്ടില്ല എന്നതൊരു സത്യമാണ്. എന്നാൽ ഈ ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും താക്കീതുകളും അത്ര തന്നെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇഹത്തിലും പരത്തിലും വലിയ പ്രയാസം കടബാധ്യത മൂലം നാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിൽ ആരംഭിച്ച് പിന്നീട് വലിയ കടബാധ്യത വന്ന് പരമദരിദ്രരായി ജീവിതം തള്ളി നീക്കപ്പെട്ട, അങ്ങനെ മാറ്റപ്പെട്ട ജീവിതാനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കടബാധ്യത മൂലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടം വരെ വിറ്റു തുലക്കേണ്ടി വന്നിട്ടുണ്ട്. അപമാനഭാരം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത പ്രയാസകരമായ അവസ്ഥകൾ ഇത്തരം അനുഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. പലർക്കും നാടുവിടേണ്ടി വന്നിട്ടുണ്ട്, ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യാ മുനമ്പിലേക്ക് വരെ കടബാധ്യത കാരണം എത്തിയ ദുരനുഭവങ്ങൾ സമൂഹത്തിൽ ഒട്ടേറെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളായ ആളുകൾ ഈ കടവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നിടത്ത് ചില തത്വങ്ങൾ പറഞ്ഞത്. കടമെന്നത് രാത്രിയിലെ ദുഃഖമാണ്. അത് പകലിലെ അപമാനമാണ്. രാത്രിയിൽ നെഞ്ചുപൊട്ടി തകർന്ന കിടക്കപ്പായിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉറക്കം കിട്ടാതെ വേദനിക്കുന്ന ദിനങ്ങൾ കഴിച്ചുകൂട്ടേണ്ടുന്ന ഒരവസ്ഥയാണ് കടം. പകലിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പലരിൽ നിന്നും ഓടി ഒളിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് കടം എന്ന് മുൻഗാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു പറയട്ടെ, നിങ്ങൾ കടത്തെ സൂക്ഷിക്കണം, നിങ്ങൾ കടത്തെ സൂക്ഷിക്കണം. അതിന്റെ ആദ്യം വളരെ ദുഃഖമാണ്. അതിന്റെ അവസാനമാകട്ടെ യുദ്ധമാണ്. ഒട്ടേറെ കടബാധ്യതകൾ, ഇടപാടുകളിൽ
പരസ്പരം ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവർ, സൗഹൃദങ്ങൾ തകർന്നവർ എമ്പാടും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുൻഗാമികൾ അത്തരം ചില തത്വവാചകങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു ഘട്ടത്തെ വളരെ ഗൗരവത്തിൽ വിശ്വാസികളോട് സമീപിക്കണമെന്ന് താക്കീത് നൽകപ്പെട്ട ഈ ഘട്ടത്തെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് സമൂഹത്തിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും. വളരെ നിസാരവൽക്കരിച്ച് യാതൊരു ഗൗരവം കൊടുക്കാതെ ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ പലരും സമീപിക്കുന്നത്. എന്നാൽ വിശ്വാസി, സത്യവിശ്വാസി ഒരിക്കലും അങ്ങനെയായിക്കൂടാ. കടം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടവരാണ് വിശ്വാസികൾ. ദുനിയാവിൽ മാത്രമല്ല കടവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടേണ്ടി വരുന്നത്, മറിച്ച് ഈ ലോകത്ത് വിട പറയുന്ന ആ നിമിഷം മുതൽ വേദനാജനകമായ ഒട്ടേറെ പ്രയാസകരമായ അനുഭവങ്ങളാണ് എത്ര വലിയ വിശ്വാസിയാണെങ്കിലും കടം ബാക്കി വെച്ചു പോകുന്ന ആ വിശ്വാസിക്ക് അനുഭവിക്കാനുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തറിയോ? കടമില്ലാത്തൊരു ജീവിതം, കടമില്ലാതെ ഈ ലോകത്ത് വിട പറയാൻ. അതാണ് ആഗ്രഹിക്കേണ്ടത്. ആഗ്രഹിച്ചു പോകും, അതിനുവേണ്ടി ശ്രമിച്ചു പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ അങ്ങനെ തന്നെ ഹൃദയം തുറന്ന് കേൾക്കുന്നവർ, കാതു തുറന്ന് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിച്ച് കേൾക്കുന്നവർ ആഗ്രഹിച്ചു പോകും. റബ്ബേ, ഒരു രൂപ പോലും കടമില്ലാതെ ഈ ലോകത്ത് വിട പറയാൻ തൗഫീഖ് തരണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കും ഓരോ നിമിഷങ്ങളും. അല്ലാണ്ട് റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലൂടെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. അബൂ ഹുറൈറ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, കടം വീട്ടുന്നതുവരെ, കടബാധ്യതയിലൂടെ കടമുള്ളവനായിട്ടാണ് ഒരു വിശ്വാസി, ഒരു സത്യവിശ്വാസി ഈ ലോകത്ത് വിട പറയുന്നതെങ്കിൽ കടം വീട്ടുന്നതുവരെ അദ്ദേഹത്തിന്റെ ആത്മാവ് അതുമായി ബന്ധിക്കപ്പെടും. അവിടെ നിന്നുള്ള ആ യാത്ര, ആ ആത്മാവിന്റെ യാത്ര വിശ്വാസിയാണെങ്കിൽ പോലും അങ്ങേറ്റത്തെ പ്രയാസങ്ങൾ, അങ്ങേറ്റത്തെ ദുഃഖങ്ങൾ, അങ്ങേറ്റത്തെ വേദനകൾ ഒരു രൂപ കടമുള്ളവരും അനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, വീണ്ടും തുടരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഅലൈഹി ദീനാറൻ ഔ ദിർഹമൻ. ആരെങ്കിലും വല്ലൊരു ദീനാർ, ഒരു ദീനാർ, ഒരു ദിർഹം ബാധ്യതയാക്കിയിട്ടാണ് ഈ ലോകത്ത് വിട പറഞ്ഞതെങ്കിൽ ഖുദിയ മിൻ ഹസനാതിഹി, അല്ലാഹു അത് പരലോകത്ത് വീട്ടപ്പെടുമെങ്ങനെ? അവന്റെ നന്മകളിൽ നിന്ന് കടം കൊടുക്കുവാനുള്ള ആ വ്യക്തിക്ക് അവന്റെ നന്മകൾ പങ്കുവെച്ച് അല്ലാഹു വീട്ടപ്പെടുമെന്നാണ്. ദീനാറം വലാ ദിർഹം. കാരണം അവിടെ ദീനാറ് കൊണ്ടോ ദിർഹം കൊണ്ടോ പകരം വീട്ടാൻ, കൊടുത്തു വീട്ടാൻ കഴിയാത്തൊരു ലോകത്ത് അല്ലാഹു ആ വിശ്വാസിയുടെ കർമ്മങ്ങളെല്ലാം എടുത്ത് കടം കൊടുക്കാനുള്ള ആ മനുഷ്യന് കൊടുത്ത് വീട്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഗൗരവമാണ് വിഷയം. നമ്മൾ ചെയ്ത നന്മകൾ എത്ര നല്ല വിശ്വാസിയാണെങ്കിലും സൽക്കർമ്മിയാണെങ്കിലും ഉപകാരപ്പെടാത്തൊരവസ്ഥ, നമ്മുടെ കർമ്മങ്ങളെല്ലാം കടം വീട്ടുവാനുള്ള, കടം കൊടുക്കുവാനുള്ള ആ മനുഷ്യന് ലഭിക്കുന്നൊരവസ്ഥ, അതോടൊപ്പം തന്നെ റൂഹ് പിരിയുന്ന ആ നിമിഷം മുതൽ വേദനാജനകമായ ഒരു യാത്രയും ദുരനുഭവവും പ്രയാസവും അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കടം വീട്ടാതെ ഈ ലോകം മരിച്ചവരുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി ശ്രദ്ധയോടെ കേൾക്കണമെന്ന് വീണ്ടും ഗൗരവത്തിൽ ഓർപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി മുഹമ്മദ് ഇബ്നു ജഹ്ഷ് അദ്ദേഹം പറയാണ്, കുന്നാ
ജുലൂസൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം, റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം. ആ സമയത്ത് ഫറഫഅ റഅസഹു ഇല السماء ثم وضع راحته على جبهته. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി അദ്ദേഹത്തിന്റെ കൈ നെറ്റിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാ പറയണത്? സ്വഹാബിമാരാണ് പറയണത്. റസൂലുള്ളാഹ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം റസൂലുള്ളാഹ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. മാദാ നുസ്ദില മിനത് തശ്ദീദ്, മാദാ നുസ്ദില മിനത് തശ്ദീദ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് റബ്ബേ ഇറക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് അല്ലാഹുവേ നീ ഇറക്കപ്പെട്ടത്. എന്നിട്ട് സഹാബിമാര് പറയാണ്, ഫസകത്നാ ഫസകത്നാ, ഞങ്ങൾ നിശബ്ദമായി, ഒന്നും ഒച്ചയിടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകത്തിൽ നമ്മൾ നിശബ്ദമായി പോയി. ഫഫസഅനാ, ഞങ്ങൾ ഭയവിഹ്വലരായി പോയി, ഞങ്ങൾ പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിന് ഇറക്കപ്പെട്ടത് എന്താണെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ നിശബ്ദമായി പോയി, ഞങ്ങൾ ഭയവിഹ്വലരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ വീട്ടിലേക്ക് പോവാണ്. സ്വഹാബത്തിന്റെ മനസ്സിൽ ആശങ്കയുണ്ട്, എന്താണ് റസൂലുള്ളാഹിക്ക് ഇറക്കപ്പെട്ടത്. പിറ്റീട് രാവിലെ അല്ലാഹുവിന്റെ റസൂലിനെ അവർ കണ്ടപ്പോ റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ഹാദാ തശ്ദീദുൽ ലദീ നുസ്ദില. റസൂലേ, ഇന്നലെ വളരെ ഗൗരവത്തിൽ ഇറക്കപ്പെട്ട ആ ഉപദേശം, ആ വഹി എന്താണ് റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂൽ പിറ്റേത് രാവിലെ സഹാബിമാരോട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി സഹാബാ, സഹാബ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. വല്ലാഹി, റബ്ബ് തന്നെയാണ്, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഈ ലോകത്ത് ഷഹീദായി വിട പറഞ്ഞു. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോർക്കളത്തിൽ അടരാടി ദീനിനു വേണ്ടി റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ഷഹീദായി ഈ ലോകത്ത് വിട പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തെ ജീവിപ്പിച്ചു. വീണ്ടും അദ്ദേഹം അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പുണ്യമാഗ്രഹിച്ച് ഷഹീദായി വിട പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തെ ജീവിപ്പിച്ചു. അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ പുണ്യം പ്രതീക്ഷിച്ച് അടരാടി പോരാടി ആ യുദ്ധക്കളത്തിൽ റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായി. വീണ്ടും ജീവിപ്പിച്ചു. വീണ്ടും അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തിന്റെ മേൽ കടബാധ്യതയുള്ളവനായിട്ടാണ് ഈ രൂപത്തിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ഷഹീദാണ്, വിശ്വാസിയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ മേൽ കടബാധ്യതയുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, അദ്ദേഹത്തിന്റെ മേലുള്ള കടം വീട്ടപ്പെടുന്നതുവരെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണ് സുഹൃത്തുക്കളെ ഷഹീദ്? 22ഓളം പോരിശകൾ ഷഹീദുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്ര വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്, അത്ര വലിയ നേട്ടമുള്ള കാര്യമാണ്. പക്ഷേ ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ അദ്ദേഹം ഷഹീദായാലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ദീനാരോ ദിർഹമോ കടമുള്ളവനാണോ അദ്ദേഹത്തിന്റെ പേരിലുള്ള ആ കടം വീട്ടപ്പെടുന്നതുവരെ. എത്ര ഗൗരവമുള്ള വിഷയമാണ് സുഹൃത്തുക്കളെ. വീണ്ടും റസൂലുള്ളാഹി പറയാണ്, ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു കൊടുക്കും, എല്ലാം പുറത്തു കൊടുക്കും. ഇല്ല, കടം ഒഴിച്ച് അത് വീട്ടിയാലേ പൊരുത്തപ്പെടും.
അത് വീഴ്ത്തിയാലേ പുറത്തു കൊടുക്കുള്ളൂ. അതല്ലാത്ത പാപങ്ങളൊക്കെ ഷഹീദിന് അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ എത്ര ഗൗരവമുണ്ട് സഹോദരങ്ങളെ, എത്ര ഗൗരവമുണ്ട് സഹോദരങ്ങൾ. ഈ ഗൗരവത്തിൽ നമ്മുടെ സമൂഹം ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര ലാഘവത്തോടെയാണ് ഈ കടത്തെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? ചോദിച്ചാൽ പറയും എത്ര കടണ്ട്, ചോദിച്ചാൽ പറയും ചെറിയ കടയുള്ളൂ, ചെറിയൊരു കടയുള്ളൂ. അത് അവിടെ ഒരു സ്ഥലമുണ്ട്, അത് വിറ്റാ പിന്നെ തീരും, ആ കട തീരും. പിന്നെയോ 2-3 പ്രാവശ്യം ദുബായിലേക്ക് പോയി വന്ന പിന്നെ ആ കട തീരും. ഇതാണ് നമ്മുടെ വർത്തമാനം. എത്ര ലാഘവത്തോടെയാണ് നമ്മൾ പറയുന്നത്. ആരാ പറഞ്ഞ ദുബായിൽ പോകാൻ അവസരം കിട്ടുന്നത്? ആരാ പറഞ്ഞ അതൊക്കെ വീട്ടപ്പെടുമെന്നുള്ളത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകും മുമ്പ് അത് വീട്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവസ്ഥയായി പറയണത്. പക്ഷെ നമ്മളത് ലാഘവത്തോടെ, ഒരു പേടിയില്ല. അള്ളാഹുവിന്റെ കോടതി ആളെ പരലോകത്ത് സംഭവിക്കുന്ന ഈ വിഷയത്തിൽ ഒരു പേടിയില്ല. ചില കടകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ആരും ഗൗനിക്കാത്ത ചില കടകളുണ്ട്. നാട്ടുപുറത്തൊക്കെ ചെറിയ കച്ചവടം നടത്തുന്ന പാവപ്പെട്ട സാധാരണക്കാരുണ്ടാവും. ചെറിയ ലാഭം ഉണ്ടാവുള്ളൂ, ചെറിയ പെട്ടിക്കച്ചവടവും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോട്ടലോ അല്ലെങ്കിൽ ചെറിയൊരു പലചരക്ക് കടോ എന്തെങ്കിലും ഒരു അനാദി കച്ചവടം. അവിടെ ആ നാട്ടിലെ മുഴുവൻ ആളുകൾ പെറ്റാഗ്രഹിക്കും പണി, ബുക്കിലെഴുതിക്കും. എന്നാൽ സമയത്തിനനുസരിച്ച് വീട്ടോ അത് വീട്ടില്ല, അത് ഗോനിക്കോ. ആ സാധുവിനാകെ കിട്ടുന്ന ലാഭം ചെറിയ ലാഭമാണ്. അദ്ദേഹം പോലും ഈ ഒരു അവസ്ഥ കൊണ്ട് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. അതെന്നാ പിന്നെ നോക്കിയിട്ട് എത്രയല്ലേ ബാക്കിയുള്ളത്, ഞാൻ എത്ര അടക്കാനുള്ളത് നോക്കിയിട്ട് കൃത്യമായ ഇടവേളകളെ അന്വേഷിച്ച് അടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ. ഇങ്ങനെ എന്തെല്ലാം ലാഘവം നിറഞ്ഞ സമീപനങ്ങളാണ് കടത്തിന്റെ വിഷയത്തിൽ. മാത്രമല്ല, ചില ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ പണിയെടുത്താല്, നമ്മുടെ പറമ്പിൽ പണിയെടുത്താല്, നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കൂലി പണിയെടുത്താല് തരാട്ടോ, ഒരാഴ്ച തരാ. ആ മനുഷ്യൻ കുറെ വീട്ടിലേക്ക് വന്ന് കയറണം, എന്റെ പൈസ കിട്ടിയില്ല കേട്ടോ, തരാടോ, എന്റെ പൈസ കിട്ടിയില്ല, തരാതെ. അങ്ങനെയാണ് നമ്മുടെ സമീപനം അല്ലെ? കൂലിപ്പണി ചെയ്ത ഒരു മനുഷ്യന് ഇസ്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം നമ്മുടെ വീട്ടിലോ പറമ്പിലോ നമ്മുടെ ഇടയിലോ പണിയെടുത്താൽ ആ സമയത്ത് കൊടുക്കേണ്ട പണം പോലും കടമായി മാറ്റിവെക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ലാഘവത്തോടെയാണ് സഹോദരങ്ങളെ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രൂപ പോലും കടം തന്നെയാണ്. സഹിക്കാനാവൂല. അതുവരെ വീട്ടാതെ ഈ ലോകത്ത് വിട പറഞ്ഞാൽ നാളെ പരലോകത്ത് ഏറ്റവും പ്രയാസം വരുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. വീണ്ടും റസൂലുള്ളാഹി പറയാണ് ഒരു അനുഭവം. റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബത്ത് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. എന്നിട്ടോ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോയി. റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കൊണ്ടുപോയി. റസൂലുള്ളാഹി ചോദിച്ചു, ഈ മനുഷ്യന് കടമുണ്ടോ? ഈ മരിച്ച മനുഷ്യന് കടമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ദീനാറാൻ. 2 ദിനാറേ ഉള്ളൂ റസൂലേ, 2 ദിനാർ. അള്ളാന്റെ റസൂല് പറഞ്ഞു 2 ദിനാറേ ഉള്ളൂ എന്നല്ല, സല്ലു അലാ സ്വഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ വീട്ടിൽ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കൂല. ബൈത്തുൽ മാലും സംവിധാനങ്ങളും ഭരണമൊക്കെ വന്ന സമയത്ത്, പിന്നീട് ഇസ്ലാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് അല്ലാഹു റസൂൽ അത് ഇത്തരം മയ്യത്തുകൾക്ക് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇത്തരം അനുഭവങ്ങൾ വന്നപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, സല്ലു അലാ സ്വഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ല. ആ സമയത്ത് സഹാബാക്കളിൽപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, റസൂലേ, ആ 2 ദിനാർ ഞാൻ ഏറ്റെടുക്കാം റസൂലേ. നോക്കൂ, ആ സഹാബത്തിന്റെ ഒരു കൊതിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹാബിയുടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജനാസക്ക് അല്ലാഹുവിന്റെ റസൂലിന് നേതൃത്വം കൊടുക്കണമെന്ന ആഗ്രഹമാണ്. അബൂ ഖത്താദ എഴുന്നേറ്റ് വന്നിട്ട്, റസൂലേ, ആ 2 ദിനാർ ഞാൻ ഏറ്റെടുക്കാം റസൂലേ. റസൂൽ നിസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ അബൂ ഖത്താദയെ കണ്ടു. അബൂ ഖത്താദ സുഖവിവരങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് റസൂൽ ചോദിച്ചത്, ആ 2 ദിനാർ എന്തായി? റസൂലേ, ഇന്നലല്ലേ മരിച്ചത് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മനുഷ്യന്റെ ഖബറിൽ ഒരു ആശ്വാസവും അബൂ ഖത്താദ ആ മനുഷ്യന് ഈ 2 ദിനാർ കൊണ്ട് കിട്ടണില്ല, ഒരു ആശ്വാസവും കിട്ടണില്ല അബൂ ഖത്താദ. അങ്ങനെ വീണ്ടും റസൂലുള്ളാഹി പിറ്റേ ദിവസം അബൂ ഖത്താദയെ കണ്ടു. എന്തായി ആ 2 ദിനാർ? പ്രവാചകന് ചോദിക്കാനുള്ളതാണ്. കാരണം ഖബറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായിട്ട് അറിയാം.
കടബാധത മൂലം മരിച്ച ഒരു 2 ദീനാറായ മനുഷ്യന്റെ കബറിലെ അവസ്ഥ പോലും റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് അതേ കണ്ടോടനെ ചോദിച്ചത്, എന്തായാ 2 ദീനാറിന്റെ കാര്യം? റസൂൽ അത് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോഴാണ് റസൂൽ ഇപ്പോഴാണ് ആ മയ്യിത്ത് കബറിൽ തണുപ്പ് ആശ്വാസം ലഭിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ സമീപിക്കണം. ജീവിതം എന്ന് വിട പറയുന്നതിന് മുമ്പ് കടമില്ല എന്ന് ഉറപ്പുവരുത്താൻ, കിട്ടിയ എല്ലാ കടം വേഗം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, എത്ര വലിയ നഷ്ടമാണ് ദുനിയാവിലും ആഖിറത്തിലും. അഭിമാനം വരെ നഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇ ലോകത്തോട് പ്രസംഗിച്ച തുല്യതയില്ലാത്തൊരു വാചകമുണ്ട്. ഇന്ന ദിമാഉക്കും വഅംവാലുക്കും വഅറാദുക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. മനുഷ്യരെ, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. ഏതാ ദിവസം? ദുൽഹിജ്ജ 10ന്റെ ദുൽഹിജ്ജ 9ന്റെ പവിത്രത പോലെ. കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനം പവിത്രമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ ഹദീസിൽ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കടമുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കേണ്ടി വന്നാലും അതിൽ കുറ്റമില്ല. കടമുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കേണ്ടി വന്നാലും അതിൽ കുറ്റമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. ആ ചെങ്ങായി എനിക്ക് 2 ലക്ഷം തരാണ്ട് മുങ്ങി നടക്കാണെന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്നാണ് സഹോദരങ്ങളെ. അച്ചാതി പരിപാടി വിശ്വാസികളെ നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. പകലിൽ അപമാനിയാകുന്നല്ലേ, വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയില്ല അല്ലെ, രാത്രി നെഞ്ചുപൊട്ടി കിടക്കേണ്ടി വരികയാണ്, കള്ളനാണല്ലേ. എത്ര കളവ് പറയണം, എത്ര കളവ് പറയണം. നാളെ തരട്ടോ, മറ്റേ സാലറി വന്നാൽ തരട്ടോ, ഒരു ഫണ്ട് വരാനുണ്ട്, ഒരു കുറി വരാനുണ്ട്, ഒരു ബിസിനസ് നടന്നിട്ട് അതിന്റെ ലാഭം കിട്ടാനുണ്ട്, അത് വന്നാൽ തരാട്ടോ. ഇങ്ങനെ കളവ് പറഞ്ഞ് ചതിച്ചും വഞ്ചിച്ചും കടത്തിന്മേൽ മറ്റൊരു കുറ്റം ഏറി നടക്കുന്നവനായിട്ട് വിശ്വാസികളെ നമ്മൾ മാറാൻ പാടില്ല. ബന്ധങ്ങൾ തകർന്നു പോകില്ലേ, സുഹൃത്ത് ബന്ധങ്ങള്, ഉറ്റമിത്തരങ്ങള് കടബാധത മൂലം തകർന്നു പോകുന്നു. ചെയ്ത നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. കബറിൽ പ്രയാസമാകുന്നു. സ്വർഗ്ഗത്തിന്റെ വാതിൽ തൗഹീദുള്ള മുവഹ്ഹിദായ സത്യവിശ്വാസിയായ ആ മനുഷ്യന് പോലും കടം കാരണം സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഇതിനെ നമ്മൾ സമീപിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ കടമില്ലാതെ ജീവിക്കാനും കടമില്ലാതെ ഈ ലോകത്ത് വിട പറയാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനിവാര്യമായും നമ്മൾ കടം വാങ്ങാറുണ്ട്. രോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചികിത്സക്കും മറ്റുമൊക്കെ ആയിട്ട് കടം വാങ്ങുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സഹോദരങ്ങൾ, അത്തരം കടം ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. കൃത്യമായി എഴുതി വെക്കുക. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത്. ആ ആയത്തിൽ കടവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ ആയത്ത് മുഴുവൻ അത്ഭുതമാണ്, വായിച്ചു നോക്കുന്നത്. അതിൽ പറയുന്നത് കടപ്പത്രം തയ്യാറാക്കണം, സാക്ഷികൾ ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങളുടെ നന്മക്കാൻ വേണ്ടി പറയുന്നത്. ദുനിയാവിലും ആഖിറത്തിലും നന്മക്കാണ് എന്ന് അല്ലാഹു അവസാനം പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു. അല്ലേ, സത്യവിശ്വാസികളെ, ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടും നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. സഹോദരങ്ങളെ, ഈ ആയത്തിലൊട്ടേറെ ഉപദേശങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, മിനിമം അങ്ങനെ എഴുതി വെക്കുന്ന ശീലം നമുക്കുണ്ടോ? നമ്മൾ മരിച്ചാൽ നമ്മുടെ കടം ഇടപാട് ആരറിയാം? നമ്മുടെ ഭാര്യ അറിയോ? നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരറിയോ? നേരത്തെ ആ സ്വഹാബി മരിച്ചപ്പോ സഹാബാക്കൾക്ക് മൊത്തം അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, റസൂലേ 2 ദിനാർ ആ മനുഷ്യന് കടമുള്ളൂ എന്നുള്ളത്. നമ്മൾ മരിച്ച സഹോദരങ്ങൾ ആരറിയാം? ചിലർക്കൊക്കെ മനസ്സിലാണ്, അവിടെ 50 കൊടുക്കേണ്ട, ഇവിടെ 1 കൊടുക്കേണ്ട, മറ്റടുത്ത് 1.5 കൊടുക്കേണ്ട. ആരറിയാന സഹോദരങ്ങളെ? പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഏതെങ്കിലും അപകടത്തിൽ ലോകത്ത് വിട പറഞ്ഞാൽ ആരാതൊക്കെ വീട്ടപ്പെടുക?
ആരാതൊക്കെ വിട്ടോടും. അതുകൊണ്ട് മിനിമം എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാവണം. അത് മറ്റൊരാൾക്ക് കൂടി ഉപയോഗപ്പെടാവുന്ന രൂപത്തിൽ, മനസ്സിലാക്കുന്ന രൂപത്തിൽ എഴുതി വെക്കണം. നമ്മുടെ ഭാര്യ അറിയണം, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ എഴുതി വെക്കുന്ന ആ ഒരു ശീലം അറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ അത്യാവശ്യത്തിന് മാത്രം കടവാണ്. അത്യാവശ്യം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ രോഗവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ആവശ്യം നോക്കിയിട്ട് മാത്രം കടം വാങ്ങുക. അല്ലാതെ കടം വാങ്ങുന്നവനെ അള്ളാഹു നശിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അനാവശ്യമായി ദുർവിനിയോഗത്തിന് ഏതൊരുവൻ കടം വാങ്ങിയോ അവനെ അള്ളാഹു നശിപ്പിക്കുന്നതാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം കുട്ടിങ്ങിപ്പോയ ഒരു രക്ഷയില്ല. അങ്ങനെ മാത്രം ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ കടം വാങ്ങുന്നുള്ളത്. മൂന്നാമത്തത്, കടം വാങ്ങിയാൽ എത്രയും വേഗം കൊടുക്കാൻ ശ്രമിക്കും. അത് നമ്മുടെ ഒരു മനസ്സിലൊരു നീയത്തുണ്ടാവും. വാങ്ങുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു നീയത്തുണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ഒരു ശക്തി, ഒരു സാഹചര്യം ഒരുക്കി തരണേ എന്ന പ്രാർത്ഥനയോട് കൂടിയും അങ്ങനത്തെ ഒരു നീയത്തോടു കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, കടം വീട്ടാൻ അവസരം ഉണ്ടായിട്ടും അതിനോട് കഴിവുണ്ടായിട്ടും കടം വീട്ടാത്തവൻ മത്തുലുള്ള വലിയ അക്രമിയാണ്. ആണെന്ന് നമുക്ക് സമ്പത്തൊക്കെ ഏച്ചു കൂട്ടിയാൽ ചിലപ്പോൾ കടം വീടപ്പെടും. എന്നാൽ അത് വീടാതെ മറ്റൊരു പണിക്കാർക്ക് അപ്പോഴും വീടിന്റെ എന്താ പറയാ ആഡംബരത്തിന് വേണ്ടി ശ്രമിക്കുക, വേറെ വലിയൊരു വണ്ടി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ദുനിയാവിന്റെ പൂർത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനപ്പുറത്ത് ഉള്ള കടം വേഗം വീട്ടാൻ നോക്കുക. അതാണ് സേഫ്റ്റി. ഉള്ള കടം വേഗം, അല്ലാതെ വീട്ടാതെ നടക്കുന്നവൻ അക്രമിയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറയാണ്. മാത്രമല്ല, വേഗം വീട്ടാൻ ഉദ്ദേശിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങിയാല് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. വേഗം വീണ്ടും വാങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം പെട്ടെന്ന് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തവക്കുലാക്കിയിട്ട് പ്രാർത്ഥനാ മനസ്സോടുകൂടി വാങ്ങിയാൽ റബ്ബ് അവിടെ സഹായിക്കും കിട്ടുന്നിടത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ സഹോദരങ്ങളെ, ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട 4-5 ഖുതുബ നമ്മൾ നടത്തിയല്ലോ. അവിടെ നമ്മൾ പറഞ്ഞത് സാമ്പത്തിക രംഗത്ത് ഇത്തരം സൂക്ഷ്മത നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഒറ്റ ആയത്ത് നമ്മൾ മനസ്സിലാക്കി, ദുനിയാവിനെ പറ്റി മനസ്സിലാക്കി. ദുനിയാവ് അതിച്ചാദിക്കുന്ന ഒരു വിഭവമാണ്, വഞ്ചിക്കുന്ന ഒരു വിഭവമാണ്. പരലോകം അത് മാത്രമാണ് ബാക്കി. ആ പോയിന്റിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ ദൂർത്തുണ്ടാവില്ല, ഇത്തരം അനാവശ്യമായ കടങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ രൂപത്തിലേക്ക് നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. നാലാമത്തെ അറിയോ, കടം വാങ്ങിയിട്ട് അത് വീട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. അല്ലെ, സമ്പത്ത് തരുന്നവൻ അവനെയാണ്, അത് വീട്ടാൻ സഹായിക്കേണ്ടവൻ അവനെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് കടബാധയെ പറ്റി പരാതിപ്പെട്ടപ്പോ അലി റളിയല്ലാഹു പറയാണ്, അദ്ദേഹം പറയാണ്, ഖാല അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിനക്ക് ഒരു കലിമത്ത് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു കലിമത്ത്. ലൗ കാന അലൈക മിസ്ല ജബൽ സീർ ദൈനൻ അദ്ദാഹു അല്ലാഹു അൻക, സീർ പർവതത്തെ പോലെ സമാനമായ കടം നിനക്ക്, കുന്നോളം കടം നിനക്കുണ്ടെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലി പ്രവർത്തിച്ചാൽ നിന്റെ കടം അല്ലാഹു വീട്ടിത്തരും എന്ന് റസൂലുള്ള പഠിപ്പിച്ചത്. സഹോദരാ, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. എന്താ പ്രാർത്ഥന സഹോദരങ്ങളെ? എപ്പോഴും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും കാണുന്നുണ്ടാവും, പക്ഷെ അത് ഗൗരവത്തിലെടുത്തിട്ട് റബ്ബിനോട് തേടണം സഹോദരങ്ങൾ. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാത്തൊരു അർത്ഥം, അല്ലാഹുവേ നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതിവരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തേണേ അല്ലാഹ്. അല്ലാത്തൊരു അർത്ഥമാണ് അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ നീ അനുവദിച്ചതിൽ ഒരു മതിവരുത്തി, ഒരു തൃപ്തി, നീ എന്താണോ എനിക്ക് നൽകിയത് അതിലൊരു തൃപ്തിയുള്ള മനസ്സ്, അവിടെ നിന്നാൽ മതി, അതിന്റെ അപ്പുറത്ത് നമുക്ക് പോകണം. പക്ഷെ ഹറാമിൽ നിന്ന് കാത്തിരിക്കണം. അല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ? റബ്ബേ നീ എനിക്ക് തന്നത് മതി, അതിനപ്പുറത്തേക്ക് ആ വീട് നോക്കുമ്പോ അതിനകത്ത് വലിയ വീട് വേണ്ട, ആ കാർ നോക്കുമ്പോ അതിനകത്ത് വലിയ കാറ്, ആ മറ്റേ സൗകര്യം നോക്കുമ്പോ അതിനകത്ത് വലിയ സൗകര്യം, അത് വേണ്ട റബ്ബേ, നീ അനുവദിച്ചത് എനിക്ക് മതി. പക്ഷേ
പക്ഷേ എന്നെ ഹറാമിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം വരുത്തി തരണേ. നീ അല്ലാത്തൊരു ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ. സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ ഒട്ടേറെ പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ സമീപിച്ച് കടമില്ലാതെ മരിക്കാൻ എഴുതി വെക്കേണ്ടത് എഴുതി വെച്ച് ഭാര്യയോട് പറയേണ്ടത് ഭാര്യയോട് പറഞ്ഞു, കൂട്ടുകാരോട് പറയേണ്ടത് കൂട്ടുകാരോട് പറഞ്ഞു. ആ രൂപത്തിൽ കടം വീട്ടാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത്, കടം വീട്ടാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. അവിടെ കൊടുക്കണമെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിന്റെ പരലോകത്ത് ആരും കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സർവമനോഹരമായ ആ സ്വർഗത്തിൽ ജീവിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കൊതിക്കേണ്ടത്. അല്ലാഹ്